ശ്രീ വായൂർ സോമൻ. പീരുമേട് മണ്ഡലത്തിൽ കഴിഞ്ഞ 25 വർഷക്കാലമായി 4 പ്രധാനപ്പെട്ട തോട്ടങ്ങൾ പൂട്ടിക്കിടക്കുകയാണ്. ഇതോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു തോട്ടങ്ങളും പ്രതിസന്ധിയിലാണ്. എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട ഗ്രാമ്പി എസ്റ്റേറ്റിൽ കഴിഞ്ഞ ദിവസം കടുവയിറങ്ങി. കൂടുവെച്ച് ഇതിനെയെല്ലാം പിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് എനിക്കറിയുന്നത്. സർ, സംസ്ഥാനത്തെ ഏലം കർഷകർ വളരെയേറെ ദുരിതം അനുഭവിക്കുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ വരൾച്ച ദുരിതമാണ് ഇടുക്കി ജില്ലയിലെ ഏലം കർഷകർ നേരിടുന്നത്. 80% ഏലവും ഈ വർഷമുണ്ടായ വരൾച്ചയിൽ പൂർണ്ണമായും നശിച്ചു പോയിട്ടുള്ളത് ബഹുമാനപ്പെട്ട മന്ത്രി നേരിട്ട് വന്ന് സന്ദർശിച്ചിട്ടുള്ളതാണ്. ജൈവവളം, രാസവളം, നടീൽ വസ്തുക്കൾ, മറ്റു ഉൽപ്പാദനോപാധികൾ, കൃഷിക്കുള്ള മറ്റ് സബ്സിഡികൾ എന്നിവകൂടി ലഭ്യമാക്കുവാനും നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. വണ്ടിപ്പെരിയാറിലെ ജനങ്ങൾക്ക് ആകെ ആശ്രയമായിട്ടുള്ളത് അവിടുത്തെ CHC ആണ്. തോട്ടം ആശുപത്രികളെല്ലാം അടച്ചുപൂട്ടി കിടക്കുന്നത് കൊണ്ട് എല്ലാ ജനങ്ങളും ഇപ്പോൾ ആശ്രയിക്കുന്നത് ഈ CHC ആണ്. അവിടെ മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുവാൻ നടപടി സ്വീകരിക്കും. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി നമ്മുടെ സംസ്ഥാനത്ത് ഞെരുക്കുന്നതിനിടയിലും നിരവധിയായ വികസന ക്ഷേമ പദ്ധതികൾ ആണ് സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിലെ എല്ലാവർക്കും ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്തുക എന്നതിൻ്റെ ഭാഗമായി ആദിവാസി മേഖല ഉൾപ്പെടെയുള്ള വിദൂര പ്രദേശങ്ങളിലേക്ക് സൗജന്യമായി വാഹനങ്ങളിൽ ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതി അഭിനന്ദനം അർഹിക്കുന്ന നടപടിയാണ്. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ ഇവിടെ അവതരിപ്പിച്ച ബഡ്ജറ്റിനെ ഞാൻ പൂർണ്ണമായും താങ്ങുന്നു.